ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പപ്പയുടെ അനിയനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. പുള്ളി മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ബിസിനസ്സാണ്. ജോണി എന്നാണ് അങ്ങേരുടെ പേര്. ഞാൻ ജോണി പപ്പായി എന്നാണ് വിളിക്കാറ്. ജോണി പാപ്പായുടെ ഭാര്യ നേഴ്സാണ്. പുള്ളിക്കാരി ഹിന്ദിക്കാരിയാണ്. 2 കുട്ടികളും അവിടെയാണ് പഠിക്കുന്നത്. അവർ കുടുംബസമേതം 3 വർഷം മുൻപ് വന്നിട്ട് പോയതാണ്. ആൻറ്റിക്ക് മലയാളം അറിയത്തില്ല. ജോണി പാപ്പായി പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പിന്നെ എൻ്റെ പേര് ആൽബി. എൻ്റെ പപ്പ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. മമ്മിയും ഞാനും അനിയത്തിയും പപ്പയുടെ അമ്മയുമാണ് വീട്ടിലുള്ളത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. പിന്നെ അനിയത്തി +2-നും പഠിക്കുന്നു. അവൾ മമ്മിയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവൾക്ക് അവിടെയാണ് സീറ്റ് കിട്ടിയത്. വല്യമ്മച്ചിയെ കാണാനാണ് ജോണി പാപ്പായി വരുന്നത്. കുറച്ച് ദിവസമായി വല്യമ്മച്ചിക്ക് ക്ഷീണമൊക്കെയാണ്. പല ബന്ധുക്കളും വന്ന് കണ്ടു പോകുന്നു. വല്യമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. അങ്ങനെ ഞാൻ കാർ ഓടിക്കുന്നു. എൻ്റെ അടുത്ത് ജോണി പാപ്പായി ഇരിക്കുന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ച് വരികയാണ്. ജോണി പാപ്പായി: എടാ ആൽബി, നിനക്ക് ലൈസൻസൊക്കെ ഉണ്ടോടാ? ഞാൻ: ആ ഉണ്ട് പാപ്പായി. ഞാൻ 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്തതാണ്. അത് കേട്ട് പപ്പായി എന്നെ നോക്കി. ഞാൻ ചിരിച്ചു. കൊള്ളാലോടാ, അപ്പോൾ നിനക്ക് എത്ര വയസ്സായി? ചിരിച്ചുകൊണ്ട് അങ്ങേരുടെ ചോദ്യം. എനിക്കിപ്പോൾ 19 ഞാൻ പറഞ്ഞു. എടാ, പിന്നെ വല്യമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അത് പ്രായത്തിൻ്റെ ക്ഷീണമുണ്ട് പാപ്പായി. ചെറിയൊരു പനിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച് വീട്ടിലെത്തി. പപ്പായിയെ കണ്ട് മമ്മി ചോദിച്ചു: ജോണി, വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നൂടെ? വരണമെന്നുണ്ട് നാൻസി. മമ്മിയേക്കാൾ 1 വയസ്സ് മൂത്തതാണ് പാപ്പായി. അതുകൊണ്ടാണ് പാപ്പായി മമ്മിയെ പേര് വിളിക്കുന്നത്. പപ്പയെപ്പോലും പാപ്പായി ബേബി എന്നാണ് വിളിക്കുന്നത്. പാപ്പായി വല്യമ്മച്ചിയുടെ മുറിയിലേക്ക് ചെന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് പാപ്പായി പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഹാളിലിരിക്കുകയാണ്. പാപ്പായി മുംബൈയിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു. മമ്മിയും അവിടെ വന്നിരുന്നു. പാപ്പായുടെ തമാശയേറ്റ് മമ്മിയും ഞാനും പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിലും പാപ്പായി തമാശ പറയാൻ മിടുക്കനാണ്. മമ്മിയുടെ മുഖത്ത് നോക്കിയാണ് പാപ്പായി സംസാരിക്കുന്നത്. മമ്മിയുടെ ചിരി കാണുമ്പോൾ പാപ്പായി പറയും: എൻ്റെ ആൻസി ഇങ്ങനെ ചിരിച്ച് കൊതിപ്പിക്കല്ലേ എന്ന്. ഓ ജോണി. അപ്പോൾ മമ്മി ചിരിച്ചുകൊണ്ട് അങ്ങനെ പറയും. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരമായിരുന്നു. അങ്ങനെ അത്താഴം കഴിക്കുന്നത് വരെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളും കഥകളും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ മമ്മിയോട് തമാശ പോലെ ചോദിച്ചു: ആൻസി, നിനക്കിപ്പോൾ എത്ര വയസ്സായി? 38 33? എൻ്റെ ജോണി, എനിക്കിപ്പോൾ 43 വയസ്സായി. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഓഹോ, കണ്ടാൽ അത്രയും പറയില്ല കേട്ടോ. അല്ലേടാ? അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. എന്നെ നോക്കി മമ്മി പറഞ്ഞു: ഡിഗ്രിക്ക് പഠിക്കുന്ന മോൻ്റെ മമ്മിയാ ഞാൻ. അത് കേട്ട് പാപ്പായി ചിരിച്ചിട്ട് പറഞ്ഞു: എടാ, നീയും മമ്മിയും കൂടി പോകുന്നത് കണ്ടാൽ ചേച്ചിയും അനിയനുമാണെന്നേ പറയും. അത് കേട്ടിട്ട് മമ്മി എന്നെ നോക്കി ചിരിച്ചു. പിന്നെ പാപ്പായി ഒരുപാട് തമാശകൾ പറഞ്ഞു. മമ്മിയെ നോക്കിയിട്ട് പാപ്പായി എന്നോട് പറഞ്ഞു: എടാ, നിനക്ക് കല്യാണം നോക്കുമ്പോൾ നിൻ്റെ മമ്മിയെപ്പോലെ ഒരു സുന്ദരി പെണ്ണിനെ വേണം നോക്കാൻ, കേട്ടോടാ. അത് കേട്ട് ഞാൻ മമ്മിയെ നോക്കി. മമ്മി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു: നമുക്ക് നോക്കാം പാപ്പായി. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നീ കണ്ടുവച്ചിട്ടുണ്ടോടാ? അത് കേട്ടപ്പോൾ മമ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് പാപ്പായി പറഞ്ഞു: എൻ്റെ ആൻസി, അവൻ കോളേജിലല്ലേ പഠിക്കുന്നത്, അപ്പോൾ കാണും അല്ലേടാ? അതും പറഞ്ഞ് പാപ്പായി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു: എടാ, നിനക്കിനി വല്ല സെറ്റപ്പുമുണ്ടോ? പറഞ്ഞോ.
അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. സത്യത്തിൽ എനിക്ക് പ്രേമമൊന്നുമില്ലായിരുന്നു, അതാണ് സത്യം. പക്ഷേ ഒരു ചമ്മൽ കാരണം ഞാനത് പറഞ്ഞില്ല. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഞാനും പപ്പായും ഒരുമിച്ചാണ് കിടന്നത്. ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഒരു പുതപ്പിനടിയിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് പപ്പായി എന്നോട് ചോദിച്ചു, എടാ നിനക്ക് പ്രേമമുണ്ടോടാ? ഇല്ല പാപ്പായി, ഞാൻ പറഞ്ഞു. എടാ ഒരു പ്രേമമൊക്കെ വേണ്ടേ? അപ്പോഴല്ലേ ജീവിതത്തിന് ഒരു ത്രില്ലുള്ളൂ. അത് പാപ്പായി എനിക്ക് ഒരു പേടി പോലെയാണ്, അതുകൊണ്ടാണ്. അത് കേട്ട് പാപ്പായി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രേമമുണ്ടായിരുന്നു. അന്ന് കൂട്ടുകാരൊക്കെ എന്നെ ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കി ചിരിക്കും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ഓരോ ക്ലാസ്സിലും ഓരോ പ്രേമമുണ്ടായിരുന്നു. +1 വെച്ചോ മറ്റോ ആണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണോ പാപ്പായി ആൻറ്റിയെ പ്രേമിച്ചത്? ഞാൻ ചോദിച്ചു. അതേടാ, അവളെ ഞാൻ പ്രേമിച്ച് കെട്ടിയതാ. എടാ എനിക്ക് ഹിന്ദി വലിയ കാര്യമായി അറിയില്ലായിരുന്നു. ഇവളുമായി അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദിയും പഠിക്കാൻ പറ്റി, അവളെയും കിട്ടി. അതും പറഞ്ഞ് പാപ്പായി ചിരിച്ചു. പിന്നെ പാപ്പായി എൻ്റെ തോളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് പ്രേമിക്കാൻ ടിപ്പ് പറഞ്ഞു തരണോ? ഞാൻ മൂളി. എടാ നീ പിണങ്ങരുത്. ഇല്ല പാപ്പായി, പറഞ്ഞോ, കുഴപ്പമില്ല. എടാ നിനക്ക് ലൈൻ വീഴണമെങ്കിൽ നിൻ്റെ മമ്മിയുടെ അതേ സൗന്ദര്യമുള്ള ഒരാളെ നോക്കിക്കോ. അങ്ങനെ ഒരാളെ നീ കണ്ടുപിടിച്ചോ. അത് അങ്ങനെയൊക്കെ കിട്ടുമോ പാപ്പായി? പിന്നെ തീർച്ചയായും കിട്ടും. അതും പറഞ്ഞ് പാപ്പായി എൻ്റെ തോളിൽ നുള്ളി. എടാ നീ ഗ്ലാമറാണല്ലോ, നിനക്ക് സെറ്റാകും. ഞാനല്ലേ പറയുന്നത്. എടാ പിന്നെ നിൻ്റെ കൂട്ടുകാർക്ക് പ്രേമമുണ്ടോ? അവർക്കൊക്കെ ഉണ്ട് പാപ്പായി. നീ അവർ എങ്ങനെയാണ് സെറ്റാക്കിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കാം പാപ്പായി. എടാ നീ പ്രേമിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? അതില്ല പാപ്പായി. പാപ്പായി എന്നോട് കൂടുതൽ ചേർന്നു. എന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ മമ്മിയുടെയും പപ്പയുടെയും സ്നേഹപ്രകടനം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. എടാ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ പാപ്പായി. ഞാൻ നിൻ്റെ മമ്മിയെ പ്രേമിച്ചോട്ടെ? ഇത് വേറെ ആരും അറിയില്ല. ഒരാഴ്ച ഞാൻ ഇവിടെയുണ്ട്. ആ ഒരാഴ്ച ഞാൻ നിൻ്റെ മമ്മിയെ പ്രേമിച്ചോട്ടെ? അത് മമ്മി അതിന് സമ്മതിക്കുമോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്ക് കുഴപ്പം വല്ലതുമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മമ്മി വീഴുമോ? വീണില്ലെങ്കിൽ ഞാൻ വീഴിക്കും. ഞാൻ നിൻ്റെ മമ്മിയെ പ്രേമിച്ച് സെറ്റാക്കി നിൻ്റെ മുന്നിൽ വെച്ച് കാണണോ നിനക്ക്? അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതായി. ഞാൻ പുള്ളിയെ പിരികേറ്റാൻ ചോദിച്ചു. മമ്മി സമ്മതിച്ചില്ലെങ്കിലോ? എടാ നാളെ ശനിയാഴ്ച, നാളെ വൈകുന്നേരത്തിന് മുൻപ് ഞാൻ അവരെ സെറ്റാക്കി കാണിച്ചു തരാം. പിന്നെ നീ കണ്ടോ എല്ലാം? അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വല്ലാതായി. എടാ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് ആയല്ലോ അല്ലേ? പെട്ടെന്ന് പാപ്പായി അങ്ങനെ അവിടേക്ക്. അല്ലെങ്കിലും നിൻ്റെ മമ്മിയോട് പണ്ട് എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു. നല്ല സുന്ദരിയാ നിൻ്റെ മമ്മി. അല്ല, പാപ്പായുടെ ഭാര്യയും നല്ല സുന്ദരിയാണല്ലോ, പിന്നെന്താ? അത് കേട്ടപ്പോൾ പാപ്പായി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഒരു പ്രത്യേക സൗന്ദര്യവതിയാണ് നിൻ്റെ മമ്മി, കേട്ടോട്ടാ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പാപ്പായി വീണ്ടും എൻ്റെ അടുത്തേക്ക് ചേർന്ന് എൻ്റെ ചെവിയിൽ ചോദിച്ചു, എടാ അപ്പോൾ പറ, നിനക്ക് സമ്മതമല്ലേ ഞാൻ പ്രേമിച്ചോട്ടെ? അത് കേട്ടപ്പോൾ ഞാൻ എന്ന് നീട്ടി മൂളി. പിന്നെ എനിക്കാണെങ്കിൽ അത് അവിടുന്ന് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ പാപ്പായി എന്നെ നോക്കി ചിരിച്ചു. പിറ്റേന്ന് രാവിലെ മുഴുവൻ മമ്മിയുടെ പുറകെയായിരുന്നു പാപ്പായി.
വല്യമ്മച്ചിക്ക് ക്ഷീണം കൂടുന്നതായി എനിക്ക് തോന്നി. ഇന്ന് വല്യമ്മച്ചി മുറിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ വൈകുന്നേരം മമ്മി വീടിൻ്റെ പിറകിൽ നിന്ന് തുണി കഴുകുകയാണ്. ഞാൻ ഹാളിലിരുന്ന് മൊബൈലിൽ നോക്കുമ്പോൾ പാപ്പായി അടുക്കളയിൽ നിന്നും എൻ്റെ അടുത്തേക്ക് വന്നു. പുള്ളി ചിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുക. അത് കേട്ടപ്പോൾ ഞാൻ പാപ്പയെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് ചങ്കിടിപ്പ് കൂടി. നീ വാ, അതും പറഞ്ഞ് എന്നെയും വലിച്ചുകൊണ്ട് അടുക്കളയിലെത്തി. നീ ഈ ജനാലയിൽ കൂടി നോക്കിക്കോ, അതും പറഞ്ഞിട്ട് പാപ്പായി വീടിൻ്റെ മുന്നിലേക്ക് പോയി. ഞാൻ ജനാലയിൽ കൂടി നോക്കി. മമ്മി തുണി കഴുകുകയാണ്. ഇന്നലെ പാപ്പായി അവരെക്കുറിച്ച് പറഞ്ഞത് മുതൽ എനിക്ക് വല്ലാത്തൊരിതാണ്. പാപ്പായെയും തെറ്റ് പറയാൻ പറ്റില്ല എന്നെനിക്ക് തോന്നി. അത്രയ്ക്കുണ്ടല്ലോ സൗന്ദര്യം. അങ്ങനെ പാപ്പായി വീടിൻ്റെ സൈഡിൽ കൂടി അവരുടെ അടുത്തെത്തി. പിന്നെ അവരോട് എന്തൊക്കെയോ പാപ്പായി പറയുന്നു. അത് കേട്ട് മമ്മി ചിരിക്കുന്നു. അവരും എന്തൊക്കെയോ തിരിച്ച് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നു.